സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കുമ്പോഴും അധിക സമയ ക്രമീകരണത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. രാവിലെയും വൈകിട്ടും വീതം അരമണിക്കൂറാണ് അധിക അധ്യയനം ക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ പുതുക്കിയ ക്രമീകരണത്തിൽ വെള്ളിയാഴ്ച ഒഴിവാക്കിയതിലും ആശയക്കുഴപ്പവും ഒപ്പം വിമർശനവും ശക്തം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വിദ്യാഭ്യാസ ഗുണനിലവാര വർധന മേൽനോട്ട സമിതിയുടെ യോഗത്തിലാണ് സ്കൂൾ സമയം മാറ്റുന്നതടക്കമുള്ള തീരുമാനമുണ്ടായത്. സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ അരമണിക്കൂർ പ്രവൃത്തി സമയവും കൂടും. രാവിലെയും വൈകിട്ടുമായി 15 മിനിറ്റ് വീതമാണ് സമയം കൂട്ടുന്നത്. ഇതോടെ പുതിയ പ്രവൃത്തി സമയം രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാകുകയാണ്. ഒപ്പം തുടർച്ചയായി 6 പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം 7 ശനിയാഴ്ചകൾ കൂടി ക്ലാസുകൾ ഉണ്ടാകും. വെള്ളിയാഴ്ചയെ ഒഴിവാക്കിയതിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ആകെ 205 പ്രവൃത്തി ദിവസങ്ങൾ. UP ക്ലാസുകളിൽ തുടർച്ചയായി 6 പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം 2 ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി 200 പ്രവൃത്തി ദിനമാക്കി. LP ക്ലാസുകളിൽ പൊതു അവധികളും ശനിയാഴ്ചകളും ഒഴികെയുള്ള 198 പ്രവൃത്തി ദിനമാണ് ഉള്ളത്. വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് LP ക്ലാസുകളിൽ പ്രതിവർഷം 800 മണിക്കൂർ ക്ലാസ്സാണ് നിർദ്ദേശിക്കുന്നത്. അതിന് ഈ പ്രവൃത്തി ദിനങ്ങൾ മതിയാകും. ഹൈസ്കൂളുകളിൽ 1200 മണിക്കൂർ പഠന സമയം നിർദ്ദേശിക്കുന്ന സാഹചര്യത്തിലാണ് 7 അധിക പ്രവൃത്തി ദിവസങ്ങൾക്കൊപ്പം ദിവസവും അരമണിക്കൂർ കൂട്ടുന്നത്. സ്കൂൾ അക്കാദമിക് കലണ്ടർ പരിഷ്കരണം സംബന്ധിച്ച് പഠിച്ച സമിതി ഒരു ക്ലാസുകളിലും ശനിയാഴ്ചകളിൽ ക്ലാസ് വേണ്ടെന്നും ഹൈസ്കൂളുകളിൽ മാത്രം ദിവസവും 1 മണിക്കൂർ വീതം പ്രവൃത്തി സമയം കൂട്ടാനുമാണ് നിർദ്ദേശിച്ചിരുന്നത്. അതേസമയം ഹൈസ്കൂൾ പ്രവൃത്തി സമയം ദീർഘിപ്പിക്കുന്നത് ഹൈസ്കൂളും UP സ്കൂളും ഒരുമിച്ചുള്ള ഇടങ്ങളിൽ സ്കൂൾ വാഹനങ്ങൾ ക്രമീകരിക്കുന്നതിലുൾപ്പെടെ പ്രായോഗിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് അധ്യാപകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ ഈ അരമണിക്കൂർ വർധനയിൽ ക്ലാസുകൾ ക്രമീകരിക്കുന്നത് എങ്ങനെ എന്നതിലും ആശങ്കയുണ്ട്. ആദ്യ 2 ആഴ്ച പാഠപുസ്തകം സംബന്ധിച്ച ക്ലാസുകളില്ലെങ്കിലും മുഴുനീള ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷകർത്താക്കളും ബുദ്ധിമുട്ടാനിടയുണ്ട്. പ്രതിഷേധങ്ങൾക്കും ഇത് വഴിവെച്ചേക്കും. ജനം, തിരുവനന്തപുരം.